അദ്ദേഹത്തിന് നിത്യജീവൻ തന്നെ കൊടുത്തു. നിത്യജീവൻ അവകാശമാക്കിയ പ്രിയ ബഹുമാനപ്പെട്ട ഫെലിക്സ് അച്ഛൻ അതിന്റെ പൂർണ്ണത കൈവരിക്കുവാൻ ഈശോയെങ്കിലേക്ക് യാത്രയായി. വേദനയും ദുഃഖവും ഒരുപക്ഷെ ദൈവത്തോട് ഒരുപിടി അമർഷമോ പരാതിയോ പരിഭവമൊക്കെ തളം കെട്ട് നിൽക്കുന്ന ഈ വേളയിൽ നമുക്ക് കർത്താവിനുള്ള വിശ്വാസം പ്രത്യാശ പകരുകയും ആ വിശ്വാസം നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിലെ ചില വചനങ്ങൾ ഉണ്ടായിരുന്നു, മനോഹരമായ വചനങ്ങൾ. അതിൽ 6-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയമായിരിക്കുന്നു, എന്റെ വേർപാടിന്റെ സമയം ആസന്നമായി. അതെ, ഫെലിക്സ് അച്ഛൻ പിറന്ന മണ്ണിനോടും ജന്മം നൽകിയ മാതാപിതാക്കന്മാരോടും സ്നേഹിച്ച് കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ട പ്രിൻസിനോടും ജസ്റ്റിയോടും അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരോടും ബന്ധുമിത്രങ്ങളോടും നാട്ടുകാരോടുമെല്ലാം വിട പറഞ്ഞ് പോവുകയാണ്. നമുക്കറിയാം, ഈ ശരീരത്തിന്റെ കൂടാരം വിട്ടിട്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ദൈവപിതാവിന്റെ മടിയിലേക്ക് പണ്ടേ പറന്നുപോയി. ഇപ്പോൾ വിശുദ്ധ കൂദാശകളാൽ അഭിഷിക്തമായ അദ്ദേഹത്തിന്റെ ഭൗതികമായ ഈ ശരീരത്തിന് നമ്മൾ വിട ചൊല്ലുകയാണ്. ഈ ശരീരവും മണ്ണിൽ അഴുകി കഴിയുമ്പോൾ അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് കൊച്ചുദസ്യ പുണ്യമതി പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് റോസാപുഷ്പങ്ങളെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന കൊണ്ട് വർഷിക്കുവാൻ വേണ്ടി അദ്ദേഹം സ്വർഗത്തിൽ ഇരിക്കും, നമ്മെ എല്ലാവരെയും നോക്കും എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് പ്രിയപ്പെട്ട ജോർജ് ചേട്ടനോടും മോണി ചേച്ചിയോടും സഹോദരങ്ങളോടുമൊക്കെ അനുശോചനം അറിയിക്കേണ്ടത് എന്ന് നമുക്കാർക്കും അറിഞ്ഞു. മോറിയാമലയുടെ നെറുകയിലേക്ക് തേച്ചു മിനുക്കിയ ഒരു കത്തിയും ഒരു കെട്ട് വിറകുമായി അബ്രാഹം തന്റെ പ്രിയപുത്രനെ ചാരത്ത് ചേർത്ത് നടത്തി മലമുകളെത്താറായപ്പോൾ മോനൊരു ചോദ്യം ചോദിച്ചപ്പനോട്, ചങ്കുകൊള്ളുന്ന ഒരു ചോദ്യം: അപ്പാ, ബലിമൃഗം എവിടെയാ? അപ്പനന്ന് തന്റെ നെഞ്ചോട് പുത്രനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, ദൈവത്തെ. പ്രിയപ്പെട്ട ജോർജ് ചേട്ട, ആ ഒരു വിശ്വാസത്തോടു കൂടി മോനെ യാത്രയാക്കണം എന്നാണ് ഞങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ളത്. 10-15 വയസ്സുള്ളപ്പോൾ സെമിനാരിയിലേക്ക് പോകാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ അപ്പനും അമ്മയും നിറകയിൽ കൈവച്ച് അനുഗ്രഹിച്ച് മൈനസന്മാരുടെ പടി കടത്തി വിട്ടപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന അതേ വികാരം, അതേ സ്നേഹം, അതേ സമർപ്പണത്തോട് വേണം നിങ്ങൾ ഫെലിക്സ് അച്ഛനെ യാത്രയാക്കാൻ. പൊട്ടിപ്പോകരുത്, പതറിപ്പോകരുത്. കാരണം ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല. കാൽവരിയിലെ കുരിശിന്റെ ചുമട്ടിൽ വിങ്ങുന്ന ഹൃദയത്തോടുകൂടി ഇരിക്കുമ്പോൾ വിരിച്ചു പിടയ്ക്കപ്പെട്ട കൈകൾ കൊണ്ടൊന്നും ചെയ്യാനാവാതെ ശിരസ് താഴ്ത്തി യോഹന്നാനോട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ പിടിച്ചേൽപ്പിച്ചപ്പോൾ അമ്മയ്ക്കുണ്ടായ കാൽവരി സമർപ്പണത്തിന്റെ അതേ ഭാവത്തോടെ വേണം മോളിച്ചേച്ചി ഇന്ന് ഈ പ്രിയപ്പെട്ട മകനെ ധൈര്യസമേതം യാത്രയാക്കേണ്ടത്. വിശുദ്ധ കുർബാന അർപ്പണത്തിന് വേണ്ടി ആദ്യമായി ദൈവാലയത്തിലേക്ക് തിരുപ്പെട്ട അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി ഫെലിക്സ് അച്ഛൻ കടന്നു ചെന്നപ്പോൾ പ്രിയപ്പെട്ട ജോർജ് ചേട്ടനും മോളിച്ചേച്ചിയും ഫെലിക്സ് അച്ഛന്റെ കരങ്ങൾ കഴുകി ബലിവേദിയിലേക്ക് കടത്തിവിട്ടു. 5 ആണ്ടുകൾ മാത്രമേ ഈ പരിശുദ്ധമായ ബലിയർപ്പണത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷ നീണ്ടു നിൽക്കൂ എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ 5 ആണ്ടുകൾ അദ്ദേഹത്തിന്റെ ബലിയർപ്പണം ഞാൻ കണ്ടയാളാണ്. എത്ര പവിത്രമായി, എത്ര പരിശുദ്ധമായി പ്രാർത്ഥിച്ചൊരുങ്ങി ഹൃദയം തന്നെ ബലിപീഠത്തോട് ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം അർപ്പിച്ച എല്ലാ ബലികളും അർപ്പിച്ചത്. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത സംഗീതമെന്ന ആ മാധുര്യത്തെ മുഴുവനും അദ്ദേഹം ബലിപീഠത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ബലിയർപ്പണ വേളയിൽ വിനിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുർബാനകളെല്ലാം കാൽപ്പര്യ അർപ്പണത്തിലെ കർത്താവിന്റെ കുർബാന അർപ്പണത്തോട് ചേർന്ന് തന്നെയായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി പകരക്കാരനായി നിന്ന് ബലിയർപ്പിക്കുകയാണെന്നുള്ള അവബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം യാത്രയാവുകയാണ്.
നിത്യമായ ബലിയർപ്പണം, നിത്യമായ സ്വർഗീയമായ ആരാധന നടത്തുവാൻ വേണ്ടി അദ്ദേഹം പോകുന്നു. കേരളത്തിന്റെ മിസ്റ്റിക് കവയത്രി എന്ന് വിശേഷിപ്പിക്കുന്ന മേരി ബനീഞ്ഞ സന്യാസം പുൽകാൻ വേണ്ടി ലോക ജീവിതത്തോട് വിട പറഞ്ഞു പോയപ്പോൾ ലോകമേ യാത്രയിൽ ഇപ്രകാരം എഴുതി: ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ചു ദൃഷ്ടിയോട് എനിക്ക് വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ, നിനക്ക് വന്ദനം. പിരിഞ്ഞു പോയിടട്ടെ ഞാനിനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിച്ച്. ഈശോയുടെ പ്രായമായ പരിശുദ്ധമായ 33 ആണ്ടുകൾ ഈ ലോകത്തിൽ ജീവിച്ച നന്മയുടെ ഒത്തിരിയേറെ വിശേഷിപ്പുകളെ നമുക്കെല്ലാം വേണ്ടി അവശേഷിപ്പിച്ചിട്ടാണ് ഫെലിക്സ് അച്ഛൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പുഞ്ചിരി നിറഞ്ഞ മുഖം, എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ, എന്നും സാന്ത്വനിപ്പിക്കുന്ന മനോഹരമായ ആശ്വാസത്തിൻ്റെതായ സംസാരം, ഇതൊക്കെ ഒത്തിരി അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. 2 ആണ്ടുകൾ അദ്ദേഹം എന്നോടൊപ്പം എടത്തുവായിൽ ശുശ്രൂഷ ചെയ്തു. അദ്ദേഹം ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം ഒരു കൊച്ചു ചേട്ടനായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും അദ്ദേഹത്തിന് മുറിയിൽ ഓടി വരുവാൻ, മിഠായി കൊടുത്തും കഥ പറഞ്ഞും കവിളിൽ തലോടിയും. ചേട്ടന്മാരില്ലാത്ത മക്കൾക്ക് കുഞ്ഞുങ്ങൾക്കൊരു ചേട്ടനായി അദ്ദേഹം മാറി. ഒത്തിരി യുവജനങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും കൂടുമായി. കാരണം അവരുടെ ഒരുവനെ പോലെ അവരുടെ നർമ്മങ്ങളിലും അവരുടെ നൊമ്പരങ്ങളിലുമെല്ലാം ഒരുപോലെ പങ്കുചേർന്ന് ഫെലിക്സ് അച്ഛൻ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് ഫോൺ കോളുകൾ എനിക്ക് വന്നിരുന്നു. എങ്ങനെയാച്ചാ ദൈവം കൈവിടുമോ അച്ഛാ? ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ പദ്ധതിയല്ലേ. ഏറിയ പങ്കും ചെറുപ്പക്കാരുടേതായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കടത്തുവായ്പ് മാത്രമല്ല, അഞ്ചലിനും പഴയേരൂരും കുമരവും അടക്കംകരയിലും അദ്ദേഹം എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയെല്ലാമുള്ള യുവ മനസ്സുകളെ, കുഞ്ഞുങ്ങളെ കവർന്നെടുക്കുവാൻ അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിന്റെ വിശുദ്ധ ഹൃദയത്തിന് സാധിച്ചു. അവരെ ആരെയും തടയണ്ട, അവരെല്ലാവരും എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ ഈശോയുടെ ഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം മാതാപിതാക്കന്മാർക്കൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനായിരുന്നു. എല്ലാവരുടെ വകയിലെയും മാതാപിതാക്കന്മാർ അദ്ദേഹത്തെ കൊതിയോടെ നോക്കിയിരുന്നു. അദ്ദേഹത്തിന് ജന്മം നൽകിയ അമ്മയെയും അദ്ദേഹത്തെ ജനിപ്പിച്ച അപ്പനെയും എല്ലാവരും വിലമതിക്കുകയും ആദരിക്കുകയും ചെയ്യത്തക്കവണ്ണം അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മകനെ പോലെ ശുശ്രൂഷ ചെയ്തു. പൗരോഹിത്യത്തിന്റെ തീക്ഷ്ണത അദ്ദേഹത്തെ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജീവിതം ഒരു ബലിയാക്കി കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ പരിശുദ്ധ കുർബാനയുടെ പുണ്യം മുഴുവനും വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നമുക്ക് വാരിക്കോരി തന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിനേക്കാൾ ഇരട്ടിയായ അനുഗ്രഹങ്ങൾ നമുക്ക് പകർന്നു തരുവാൻ വേണ്ടിയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന പ്രത്യാശയിൽ കുതിർന്ന വിശ്വാസം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. അദ്ദേഹം വിട പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ, ഞാൻ പറയും ആഘോഷത്തോടെ തന്നെ യാത്രയാക്കാം. കാരണം 33-ാമത്തെ വയസ്സിൽ കാൽവരിയുടെ വിരിമാറിൽ ചുടുരക്തം ചിന്തിക്കൊണ്ട് നമ്മുടെ കർത്താവ് തന്റെ മരണത്തെ ഒരു ആഘോഷമാക്കിയെങ്കിൽ ആ ആഘോഷത്തിന്റെ അനുരണനങ്ങൾ ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും പകർന്നെങ്കിൽ തീർച്ചയായും ഫെലിക്സ് അച്ഛന്റെയും ഈ തിരിച്ചുപോക്കിനെ, പിതാവിന്റെ സന്നിധിയിലേക്കുള്ള തിരിച്ചുപോക്കിനെ നമുക്കൊരു ആഘോഷമാക്കി മാറ്റാം. അത് പ്രത്യാശയിൽ കുതിർന്ന ഒരു ആഘോഷമാക്കി മാറ്റാം. അദ്ദേഹം അവിടെ ഇരുന്ന് ഒത്തിരിയേറെ പുണ്യങ്ങൾ നമുക്ക് വേണ്ടി വാങ്ങിത്തരും എന്ന വിശ്വാസത്തോടുകൂടെ നമുക്ക് അദ്ദേഹത്തെ യാത്രയാക്കാം. പ്രിയപ്പെട്ട ഫെലിക്സ് അച്ഛ, അങ്ങേ നോക്കിക്കൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. പരിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്ത് ഞങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പോലെ അവർണ്ണീയമായ ഈ ദാനത്തെ പ്രതി കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഉറക്കെ ചൊല്ലാം. അവർണ്ണീയമായ ഈ ദാനത്തെ പ്രതി കർത്താവേ അങ്ങേക്ക് സ്തുതി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ